My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 148-ാമത്തെ എപ്പിസോഡിൽ ഒപ്പിയം എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് ഒപ്പിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും, വിശേഷിച്ച് പക്ഷാഘാതത്തിൽ ഒപ്പിയത്തിൻ്റെ പ്രയോഗം, ക്രൂഡ് ഒപ്പിയത്തിൻ്റെ ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കെൻഡ് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അവയിലേക്ക് വിശദമായിട്ട് നമുക്ക് പ്രവേശിക്കാം. ഓഫൺ ദർ ഇസ് എ സ്റ്റേറ്റ് ഓഫ് പീസ്. ഒപ്പിയത്തിൻ്റെ ലക്ഷണങ്ങളിൽ കൂടുതൽ തവണയും പ്രൂവിങ്ങിൽ കൂടുതൽ തവണ ആവർത്തിച്ചും കാണിച്ചിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പീസ്ഫുൾ സ്റ്റേറ്റ്, വളരെ കാമായിട്ടുള്ള സമാധാനപൂർണ്ണമായിട്ടുള്ള അവസ്ഥ. ഇത്തരം അവസ്ഥകൾ ഉള്ളതുകൊണ്ടാണ് പൊതുവെ മയക്കുമരുന്നുകൾ സമൂഹത്തിൽ അതിൻ്റെ ദുരുപയോഗം വ്യാപിക്കുന്നത്. അതിൽ എക്സ്റ്റസി ഉണ്ട്, പല കാര്യങ്ങളുമുണ്ട്. അതോടൊപ്പം ഒരു സമാധാനപൂർണ്ണമായൊരു സാഹചര്യം, മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നൊരവസ്ഥ. പലതരം അസമാധാനങ്ങളിൽ, അസ്വസ്ഥതകളിൽ, സംഘർഷങ്ങളിൽ കഴിയുന്നവർ അല്പം സമാധാനം കിട്ടാനുള്ള ഒരു കുറുക്കുവഴി എന്ന നിലയിൽ ലഹരി വസ്തുക്കളെ, ഒപ്പിയം പോലുള്ള മയക്കുമരുന്നുകളെ അതിൻ്റെ ഇന്നത്തെ പരിഷ്കൃത രൂപങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നു. നമ്മൾ തെറാപ്യൂട്ടിക് യൂസേജിലും ആ ഒരവസ്ഥ വരുന്നുണ്ട്. പലപ്പോഴും കാണിക്കുന്നത് ഒരു പീസ് ഓഫ് മൈൻഡാണ്. വാണ്ട്സ് ടു ബി ലെറ്റ് അലോൺ, ഒറ്റയ്ക്ക് വിട്ടേക്കുക, തനിയായിരിക്കുക, അങ്ങനത്തെ കൂട്ടം കൂടിയാണിത് ഉപയോഗിക്കുന്നതെങ്കിലും പലപ്പോഴും ഉപയോഗിച്ചൊരു പരിധി കഴിയുമ്പോൾ ഒറ്റയ്ക്കാകുക, ഒറ്റയ്ക്കിരിക്കുക, ഒറ്റയ്ക്ക് സംസാരിക്കുക, ഒറ്റയ്ക്ക് ചിരിക്കുക, അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട്. ഷീ ടെൽസ് യു ഷീ ഈസ് നോട്ട് സിക്ക്. മറ്റൊരവസ്ഥ സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങളെ മറക്കുകയോ അതിനെ അവഗണിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ, ആരോഗ്യ പ്രശ്നങ്ങളെ, സ്വന്തം അനാരോഗ്യത്തെ നിഷേധിക്കുന്നൊരവസ്ഥ, വസ്തുതകളെ നിഷേധിക്കുന്നൊരവസ്ഥ, യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുകയും യാഥാർത്ഥ്യങ്ങളെ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്നൊരവസ്ഥ. അതും മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിന് കാരണമാകുന്നൊരു ഘടകമാണ്. പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മറ്റ് മാനസിക പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ഒളിച്ചോടാനുള്ളൊരു കുറുക്ക് വഴി. അപ്പോൾ തെറാപ്യൂട്ടിക് യൂസിൽ അത് വരും. അസുഖമുണ്ട്, പക്ഷേ അസുഖം ഇല്ല എന്ന് പേഷ്യൻ്റ് ഉറപ്പിച്ച് പറയും. ആൻഡ് യെറ്റ് ഷീ ഹാസ് എ ടെമ്പറേച്ചർ ഓഫ് 105 to 106, ഈസ് കവേർഡ് വിത്ത് എ സ്കോർച്ചിങ് ഹോട്ട് സ്വെറ്റ്, ഹാസ് എ റാപ്പിഡ് പേൾസ്, ഈസ് ഡെലിറിയസ്. അപ്പോൾ 105-106 പനി എന്ന് പറയുന്നത് വളരെ ശക്തമായൊരു പനി. പലപ്പോഴും ഡെലിറിയത്തിൻ്റെ ഒരു ഉന്മാദാവസ്ഥ വരുന്നുണ്ട്. ശരീരം ചുട്ടുപൊള്ളുന്നു, ചൂടുള്ള വിയർപ്പുകൊണ്ട് ശരീരം മുഴുവൻ ആവരണം ചെയ്യപ്പെടുന്നു. ഈ ഒരവസ്ഥയിൽ ആരും സുഖമില്ല, ഡോക്ടറെ വിളിക്കൂ, മരുന്ന് വാങ്ങിത്താന്നൊക്കെ പറയുന്നൊരവസ്ഥയിലും ഒപ്പിയം പേഷ്യൻ്റ് തനിക്ക് ഒരു കുഴപ്പമില്ല, ചികിത്സ വേണ്ട, തനിക്ക് പൂർണ്ണ സുഖമാണെന്ന് പറയും. അപ്പോൾ വസ്തുതകളെ മറച്ചു വെക്കുന്ന, അല്ലെങ്കിൽ വാസ്തവങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ മറക്കുന്ന ഒരവസ്ഥ, അതുതന്നെ അതിൻ്റെ ദുരുപയോഗവും നമ്മളുടെ തെറാപ്യൂട്ടിക്കൽ ഉപയോഗവും. യു ആസ്ക് ഹർ ഹൗ ഷീ ഈസ് ആൻഡ് ഷീ സേസ് ഷീ ഈസ് പെർഫെക്റ്റ്ലി വെൽ ആൻഡ് ഹാപ്പി, നോ പെയിൻസ് ഓർ ഏക്സ്, വാണ്ട്സ് നത്തിങ് ആൻഡ് ഹാസ് നോ സിംറ്റംസ്. ഒന്നും വേണ്ട, ഒരു ലക്ഷണങ്ങളും എനിക്കില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇത് തന്നെ, വേദനകളൊന്നും അനുഭവിക്കുന്നില്ല, വേദന സംഹാരിയായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ള പശ്ചാത്തലം. ബട്ട് ദ നേഴ്സ് ടെൽസ് യു ദാറ്റ് ദ പേഷ്യൻ്റ് ഹാസ് പാസ് നോ സ്റ്റൂൾ ഓർ യൂറിൻ. പക്ഷേ ഈ രോഗിയെ പരിചരിക്കുന്നവർ പറയും, ഒന്നിൽ കടുത്ത പനിയുണ്ട്, ഡെലിറിയസ് കണ്ടീഷനാണ്, മലശോധനയോ മൂത്രശോധനയോ യാതൊന്നും നടന്നിട്ട് പോലുമില്ല. അപ്പോൾ തികച്ചും അനാരോഗ്യകരമായ അവസ്ഥ. ദ ഫേസ് ലുക്സ് ഡിസോർട്ടഡ്, ബ്ലോട്ടഡ്, പേർപ്പിൾ, ദ ഐസ് ആർ ഗ്ലാസി ആൻഡ് ദ പ്യൂപ്പിൾസ് കോൺട്രാക്റ്റഡ്. അപ്പോൾ ഈ ലഹരി ഉപയോഗത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെ. ഡിസോർട്ടഡ്, ലഹരി പിടിച്ച് എന്താ പറയുക, ആകെ വീർത്ത്, കണ്ടാലിങ്ങനെ പറയില്ലേ, മദ്യപിച്ച് ലഹരിയുടെ അടിമസ്ഥത്തിലായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നൊരവസ്ഥ. ബ്ലോട്ടഡ്, വീർത്ത് കെട്ടിയിരിക്കുന്നൊരവസ്ഥ. കണ്ണുകളിങ്ങനെ ഗ്ലാസി ആയിട്ട് സ്ഫടിക കുപ്പികൾ പോലെ തോന്നും, ഒരു ജീവനില്ലാത്ത കണ്ണുകൾ. ദ ബ്രെയിൻ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ യെറ്റ് ഷീ ക്യാൻ ആൻസർ ക്വസ്റ്റ്യൻസ്. തലച്ചോറിൽ, ചിന്തകളിൽ, മനസ്സിൽ തികഞ്ഞ ആശയക്കുഴപ്പമാണ്, പക്ഷേ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും.
ആശയക്കുഴപ്പം കൊണ്ട് മറുപടി പറയാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ പല മരുന്നുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. തലച്ചോറ് കൺഫ്യൂസ്ഡാണ്, മനസ്സിൽ നിറയെ ആശയക്കുഴപ്പങ്ങളാണ്, പക്ഷേ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി തരും. അത് ഒപ്പിയത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഓർ ദ മെൻ്റൽ സിംറ്റംസ് മേ ബി മോർ യെറ്റ് ഷീ ക്യാൻ ആൻസർ ക്വസ്റ്റ്യൻസ്. മറ്റൊരവസ്ഥ മാനസിക ലക്ഷണങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥ. ശാരീരിക ലക്ഷണങ്ങളെയൊക്കെ കൂടുതൽ മാനസിക ലക്ഷണങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലും രോഗി ചോദ്യങ്ങൾക്ക് മറുപടി പറയും. മനസ്സ് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പോലും റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു അവസ്ഥയിലാണ്. ടിപ്പിക്കൽ ഒപ്പിയം മെൻ്റൽ സ്റ്റേറ്റ് ആണത്. ഓർ ദ മെൻ്റൽ സിംറ്റംസ് മേ ബി മോർ മാർക്ഡ് ആൻഡ് ദ ഫിസിക്കൽ കണ്ടീഷൻസ് ലെസ് പ്രൊമിനൻറ്റ്. ദർ ഇസ് കൺഫ്യൂഷൻ ഓഫ് മൈൻഡ്, ഡെലിറിയം, ലോക്കസിറ്റി, ബട്ട് ദിസ് ഈസ് റെയർ. മോർ കോമൺലി ഓൺലി ടോക്സ് വെൻ അറോസ്ഡ്. മാനസിക ലക്ഷണങ്ങൾ മുന്നിട്ട് നിൽക്കുകയും ശാരീരിക ലക്ഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലാത്തതും ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ മനസ്സിൻ്റെ ആശയക്കുഴപ്പം, വല്ലാത്ത വിഭ്രാന്തി, അമിത സംസാരം, ലോക്കസിറ്റി. പക്ഷേ ലോക്കസിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല, ചുരുക്കം കേസുകളിൽ ഉണ്ടാവുള്ളൂ. ഓൺലി ടോക്സ് വെൻ അറോസ്ഡ്. ഒരു ഉത്തേജനം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കേണ്ടി വരുമ്പോൾ മാത്രം സംസാരിക്കുന്ന അവസ്ഥയാണ് കൂടുതലും വരുന്നത്. പക്ഷേ ചില കേസുകളിൽ അമിത ഭാഷണവും വരാം. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ഈ മദ്യപാനത്തിൻ്റെയും ലഹരിയുടെയും കൂട്ടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. മദ്യപിക്കുന്നവരുടെ കൂട്ടത്തിൽ പൊതുവെ മിതഭാഷികളായിരിക്കുന്നവർ പോലും മദ്യപിക്കുമ്പോൾ ലോക്കസിറ്റി കാണിക്കും, കൂടുതൽ സംസാരിക്കും, നാവിൻ്റെ കെട്ടുകൾ അഴിയും, ആ ഇൻഹിബിഷൻസൊക്കെ പോകും. പക്ഷെ ചില ആളുകൾ പൊതുവെ സാധാരണഗതിയിൽ സംഭാഷണപ്രിയരായ ആളുകൾ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ നിശബ്ദരാകുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ മറുപടി പറയുള്ളൂ. അങ്ങനെയുള്ള ചില കേസുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചില ടിപ്പിക്കൽ കേസുകളാണ്. അപ്പോൾ ലോക്കസിറ്റി എന്ന് പറയുന്നത് ചുരുക്കമാണ്. കൂടുതലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉത്തേജനം ഉണ്ടാകുമ്പോൾ മാത്രം, ഒരു പ്രകോപനം ഉണ്ടാകുമ്പോൾ മാത്രം സംസാരിക്കുന്ന അവസ്ഥയാണ് കൂടുതൽ സാധാരണ. എ കണ്ടീഷൻ ഓഫ് സ്റ്റൂപ്പർ ഇൻ വിച്ച് ദ പേഷ്യൻറ്റ് വിൽ സേ നത്തിങ് ആൻഡ് ഡു നത്തിങ്. അപ്പോൾ ലഹരിയുടെ പൊതു അവസ്ഥയിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നൊരു സ്റ്റൂപ്പർ, ഒരു മന്ദീപിച്ച അവസ്ഥ, ബോധം ഏതാണ്ട് നഷ്ടപ്പെട്ട അവസ്ഥ, ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ആകെ കുഴഞ്ഞു കിടക്കുന്നൊരു അവസ്ഥ. ഡെലിറിയം വിത്ത് എ ഹാപ്പി ടേൺ ഓഫ് മൈൻഡ്. നേരത്തെ പറഞ്ഞത് മനസ്സിൽ പൊതുവേ ഒരു ഹാപ്പി മൂഡാണ്. ആ ഒരു അവസ്ഥയിൽ ഒരു ഡെലിറിയവും കൂടി ഉണ്ടാകാം, ഒരു ഉന്മാദാവസ്ഥ. ഇതൊക്കെ ലഹരി ഉപയോഗങ്ങളിൽ പൊതുവെ വരുന്ന കാര്യങ്ങളാണ്. ദ സ്റ്റൊമക്ക് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് അൺഡ്യൂ വാംത്ത്, സിങ്കിങ്, ഓൾ ഗോൺ, ഹംഗ്രി ആൻഡ് ദിസ് ഈസ് നോട്ട് റിലീവ്ഡ് ബൈ ഈറ്റിംഗ്. ഒപ്പിയം രോഗിയുടെ വയറിൻ്റെ അവസ്ഥ അൺഡ്യൂ വാംത്ത്, സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ചൂട് വയറിൽ, സിങ്കിങ്, ആകെ ഒന്നുമില്ലാത്തൊരവസ്ഥ, ഓൾ ഗോൺ, എല്ലാം ദഹിച്ചു പോയി, എല്ലാം പോയി, ഒരു ശൂന്യമായൊരവസ്ഥ, വിശപ്പ്. പക്ഷേ ഈ വിശപ്പും ഓൾ ഗോൺ കണ്ടീഷനും സിങ്കിങ് കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അതുകൊണ്ട് റിലീഫില്ല. സാധാരണ ഇത്തരം അവസ്ഥകൾ ഭക്ഷണം കഴിക്കുമ്പോൾ റിലീഫ് വരും. പക്ഷേ ഇവിടെ ഒപ്പിയം കണ്ടീഷനിൽ ഭക്ഷണം കഴിച്ചാലും റിലീഫില്ല. ഹി ഫീൽസ് ദ സ്റ്റൊമക്ക് ഫുൾ ആൻഡ് യെറ്റ് ദ ഫെയിൻ ഫീലിങ്സ് റിമെയിൻസ്. എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ച് വയറ് നിറച്ചാലും ആ ഒരു വയറ് കാലിയായൊരവസ്ഥ, ഒന്നുമില്ലല്ലോ എന്നുള്ള അവസ്ഥ, ആ ഒരു തോന്നൽ, അതൊരു മെൻ്റൽ സ്പിയറിലൊരു അവസ്ഥയാണത്. അത് പോകുന്നില്ല. ആ ഒരു ശാരീരികമായിട്ട് ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാകുമ്പോഴും അത് മാനസികാവസ്ഥയിൽ അത് പ്രതിഫലിക്കുന്നില്ല. അതാണ് ഒപ്പിയത്തിൻ്റെ അവസ്ഥ. ദ ഫുഡ് സോഴ്സ് ഇൻ ദ സ്റ്റൊമക്ക് ആൻഡ് ഇറ്റ് ഈസ് ഒമിറ്റഡ്. മാത്രമല്ല ഈ കഴിച്ച ആഹാരം വയറിൽ പുളിച്ചിട്ട് അത് ഛർദ്ദിച്ച് കളയുകയും ചെയ്യും. ഹി ക്യാൻ ടേക്ക് നോ മോർ ഫുഡ്. കൂടുതൽ ആഹാരം കഴിക്കാൻ പറ്റില്ല. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ആഹാരം കഴിക്കാൻ പറ്റില്ല. ഹി ബിക്കംസ് കവേർഡ് വിത്ത് എ കോൾഡ് സ്വെറ്റ്, ഗ്രേറ്റ് എക്സോഷൻ, നോസിയ, റച്ചിങ് ആൻഡ് ദ വോമിറ്റിംഗ് കണ്ടിന്യൂസ്. അപ്പോൾ ഈ വയറിൻ്റെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ തണുത്ത വിയർപ്പ് കൊണ്ട് ശരീരം ആസകലം മൂടുന്നു. വല്ലാത്തൊരു ക്ഷീണിച്ച് തളർന്നൊരവസ്ഥ, ഓക്കാനം വരല്, ഛർദ്ദിക്കാൻ വരല്, എന്നാലും ഛർദ്ദിക്കാൻ പറ്റുന്നില്ല, ബലം പ്രയോഗിച്ച് ഛർദ്ദിക്കാൻ ശ്രമിക്കുന്നു, വോമിറ്റിങ്, യഥാർത്ഥ ഛർദ്ദിൽ തുറന്നു പോവുകയും ചെയ്യുന്നു. അതിനൊരു ശമനമില്ല. ദിസ് നോസിയ ഈസ് എ ട്രബിൾസം സിംറ്റം ഫോളോയിങ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓപ്പിയം ഓർ മോർഫിൻ. അപ്പോൾ
മയക്കാൻ വേണ്ടിയിട്ട്, വേദന ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒപ്പിയമോ മോർഫിനോ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ് ഈ വല്ലാതെ വിഷമം പിടിച്ച ഒരു ഛർദി. അപ്പോൾ പണ്ടൊക്കെ ഈ മോർഫിൻ കൊടുത്ത് സർജറി ചെയ്യുന്ന അവസ്ഥ, എൻ്റെ ഇളയച്ചന് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എറണാകുളത്ത് ജനറൽ ആശുപത്രിയിൽ വളരെ പണ്ട് മോർഫിൻ കൊടുത്ത് ഒരു സർജറി, ഒരു അപകടത്തേക്ക് തുറന്ന് മോർഫിൻ കൊടുത്ത് സർജറി ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ വല്ലാത്ത ഛർദി ഉണ്ടായി. സർജറി അടക്കം നിർത്തിയിട്ട് അവർ മോർഫിൻ ആൻറ്റിഡോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തതും പിന്നീട് വളരെ കുഴപ്പം പിടിച്ച് പഴുപ്പ് കയറിയാനുള്ളൊരു അനുഭവം ഇളയച്ചനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുഴപ്പം പിടിച്ചൊരു ഛർദി എന്ന് പറയുന്നത് ഒപ്പിയത്തിൻ്റെയും മോർഫിൻ്റെയും ഒരു സെക്കൻഡറി എഫക്റ്റാണ്. ദിസ് ഇസ് എ പ്രൊളോങ്ഡ് വോമിറ്റിംഗ് ആൻഡ് നോസിയ. നീണ്ടു നിൽക്കുന്ന ഛർദിയും ഓക്കാനുമാണ്, ഛർദിക്കാണ് തോന്നലും. ഹി ക്യാൻ ടേക്ക് നത്തിങ് ഇൻ ടു ദ സ്റ്റൊമക്ക് ആൻഡ് നത്തിങ് വിൽ സ്റ്റോപ്പ് വോമിറ്റിംഗ് ഫോർ ഹിം. ഒന്നും കഴിക്കാനും പറ്റില്ല. സാധാരണ ഛർദി നിർത്താൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചാൽ ഛർദി നിൽക്കുകയുമില്ല. ഇപ്പോൾ മദ്യമൊക്കെ അമിതമായിട്ട് കഴിച്ച് ഛർദി നിർത്താനും ഇൻടോക്സിക്കേഷൻ മാറാൻ വേണ്ടിയിട്ട് അസിഡിക്കായിട്ടുള്ള കാര്യങ്ങൾ, മോരും വെള്ളമോ നാരങ്ങ നീരോ ഒക്കെ കുടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഛർദി നിർത്താനുള്ള സാധാരണ കാര്യങ്ങൾ കൊടുത്താലും ഈ ഒപ്പിയത്തിൻ്റെയും മോർഫിൻ്റെയും ഛർദി നിൽക്കില്ല. ദ ഹോമിയോപാത്ത് നോസ് ദ യൂസ് ഓഫ് കമോമില്ല ആൻഡ് വൺ ഡോസ് വിൽ ഗിവ് വണ്ടർഫുൾ റിലീഫ് അറ്റ് വൺസ് ആൻഡ് സ്റ്റോപ്പ് ദ ഡെത്ത്ലി സിങ്കിങ് ആൻഡ് നോസിയ. ഈ ഒരു കണ്ടീഷനിൽ ഒപ്പിയമോ മോർഫിനോ കൊണ്ടുണ്ടാകുന്ന നിലയ്ക്കാത്ത ഛർദി നിർത്താനായിട്ട് ഹോമിയോപ്പതിയിൽ വളരെ എളുപ്പമുള്ള മാർഗമുണ്ട്. അതിനെ ആൻറ്റിഡോട്ട് ചെയ്യാണ്ട് കാമോമില്ല, ഒറ്റ ഡോസ് കാമോമില്ല കൊണ്ട് ആ ഛർദി നിൽക്കും എന്ന് പറയുന്നു. അറ്റ് വൺസ് വളരെ വേഗം അതിൻ്റെ എഫക്റ്റ്, വളരെ വേഗത്തിലുള്ള എഫക്റ്റ് ഉണ്ടാകും. ആ ഡെത്ത്ലി സിങ്കിങ്, ആ ഒരു നമ്മളാകെ തളർന്ന് പോകുന്നൊരവസ്ഥ, ഒരു മാരകമായൊരവസ്ഥ, അതിൽ നിന്ന് വളരെ പെട്ടെന്ന് മോചനം കിട്ടും. അപ്പോൾ കാമോമില്ലയുടെ ലെക്ചറിൽ ഈ ഒരു കാര്യം പറയുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വിലപ്പെട്ട കാര്യങ്ങളും മറ്റ് മരുന്നുകളെക്കുറിച്ചുള്ള ലെക്ചറിലായിരിക്കും കെൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമോമിലുള്ള അധ്യായത്തിൽ ഈ ഒരു കാര്യം ഒരു സൈഡിലൊരു നോട്ടായിട്ട് എഴുതി വെക്കുക. കെൻറ്റിൻ്റെ ബുക്കിലായാലും ശരി, മറ്റേതെങ്കിലും ബുക്കിലായാലും ശരി. ദർ ഇസ് നെവർ എനി യൂസ് ഓഫ് ദ ക്രൂഡ് ഒപ്പിയം ഇൻ ദ സിക്ക് റൂം. ഒരു രോഗാവസ്ഥയിൽ, ഒരു രോഗിയുടെ ചികിത്സയിൽ ക്രൂഡ് ഒപ്പിയം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ക്രൂഡ് ഒപ്പിയം ചികിത്സക്ക് ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും ചില രീതികളിൽ ഒപ്പിയം ഒരു ചേരുവയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കറുപ്പും കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കെൻറ്റ് പറയുന്നത് ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഒരു സിക്ക് റൂമിൽ ഒപ്പിയത്തിന് യാതൊരു പങ്കുമില്ല. പക്ഷേ സർജറിയുടെ അവസ്ഥയിൽ കെൻറ്റിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്നു, അതൊരു എക്സെപ്ഷനായിട്ട് കൊടുക്കാം. പക്ഷെ ഇന്നത്തെ കാലത്ത് അലോപ്പതി അതിൽ നിന്നൊക്കെ വളരെയധികം മുന്നേറിയിരിക്കുന്നു. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള സേഫറായിട്ടുള്ള മയക്ക് സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇൻ സർജറി അറ്റ് ടൈംസ് ഇറ്റ് ഈസ് അഡ്മിറ്റഡ് ദാറ്റ് സംതിങ് സീംസ് നെസറി ആൻഡ് വി വിൽ നോട്ട് quarrel with the surgeon. But in the disease, in the sick people, it is not necessary. It performs no use and in the end it is an injury. ഉണ്ടോ? സിക്ക് റൂമിൽ രോഗിയെ പരിചരിക്കുന്ന കാര്യത്തിൽ ഒപ്പിയത്തിനും മോർഫിനും ഒന്നും ഉപയോഗമില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് അത്യന്തികമായിട്ടുണ്ടാകുന്നത് ഒരു ഇഞ്ചുറിയാണ്. രോഗിക്ക് ദോഷം ചെയ്യുന്നു, ഇഞ്ചുറീസായിട്ട് മാറുന്നു. ഇറ്റ് പ്രിവെൻറ്റ്സ് ഫൈൻഡിങ് എ ഹോമിയോപ്പതി റെമഡി. ഉണ്ടോ? കൃത്യമായിട്ടുള്ള ഒരു ഹോമിയോപ്പതി റെമഡിയെ കണ്ടെത്താൻ പറ്റാത്ത വിധം യഥാർത്ഥ ലക്ഷണങ്ങളെ അത് മറക്കുന്നു. ഒരു മാസ്കിങ്, ട്രൂ സിംറ്റംസിനെ മാസ്ക് ചെയ്യുന്നൊരു ആക്ഷൻ കൂടി ഒപ്പിയം കൊണ്ടുണ്ടാകാം. അപ്പോൾ ഗുണം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ദോഷം ചെയ്യുകയും കൂടി ചെയ്യുന്നു. ഇറ്റ് ഹാസ് മാസ്ക്ഡ് ദ സിംറ്റംസ് ആൻഡ് സ്പോയിൽഡ് ദ കേസ് ആൻഡ് യു കനോട്ട് ഡു എനിത്തിങ് ഫോർ ഡേയ്സ്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ തീരുന്നവരെ നിരവധി ദിവസങ്ങൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മരുന്ന് സെലക്ട് ചെയ്യാൻ ആവശ്യമായ ലക്ഷണങ്ങൾ നമുക്ക് കിട്ടാതെ വരും. ഒപ്പിയം ഹാസ് ബീൻ മച്ച് അബ്യൂസ്ഡ് ആൻഡ് മച്ച് ഹാസ് ബീൻ ലേൺഡ് അബൌട്ട് ഇറ്റ്, ബട്ട് ദിസ് അബ്യൂസ് ഹാസ് നോട്ട് ഹെൽപ്ഡ് മച്ച് ഇൻ ഇറ്റ്സ് പ്രൂവിങ്. അപ്പോൾ ഈ ഒപ്പിയത്തിൻ്റെ അബ്യൂസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രഗ് പ്രൂവിങ്ങിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മെറ്റീരിയൽ മെഡിക്കയെ എൻറിച്ച് ചെയ്യാൻ ആവശ്യമായ സിംറ്റംസ് ഒന്നും അത്തരം സബ്സ്റ്റൻസ് യൂസിൽ നിന്ന് നമുക്ക് കിട്ടില്ല. നമ്മളേതായിട്ട് രീതിയിൽ, ഹോമിയോപ്പതിക്കായിട്ട് രീതിയിൽ റിഫൈൻഡായിട്ട് പൊട്ടൻസൈസ്ഡ് ഫോമിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് രീതിയിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന ലക്ഷണങ്ങളല്ലാതെ ക്രൂഡ് യൂസ് കൊണ്ട് കിട്ടുന്ന സിംറ്റംസ് പലപ്പോഴും റിസംബ്ലൻസ് ഉണ്ട്. ഇപ്പോൾ പറയുന്ന പല കാര്യങ്ങളും
റിസംബ്ലൻസ് കാണാം, പക്ഷേ അങ്ങനെ കിട്ടുന്നതൊന്നും ഒരു ട്രൂ സിംറ്റമായിട്ട് എടുക്കരുത്. ദ ഇൻഡിവിജ്വലൈസിങ് സിംറ്റംസ് ആർ നോട്ട് ഒബ്റ്റൈൻ. കാരണം രോഗിയെ ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ലക്ഷണങ്ങൾ അതിൽ നിന്ന് കിട്ടില്ല. പൊതുവായിട്ടുള്ള കോമൺ സിംറ്റംസ് കിട്ടും. ഇപ്പോൾ പീസ് ഓഫ് മൈൻഡ്, ഡെലിറിയം, എക്സ്റ്റസി, പെയിൻലെസ്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കോമൺ സിംറ്റംസാണ്, ഒപ്പിയത്തിൻ്റെ കോമൺ സിംറ്റംസാണ്. പക്ഷെ അതിൻ്റെ ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ ഒപ്പിയം പേഷ്യൻറ്റിനെ ഹോമിയോപ്പതിക് യൂസേജിൽ ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ പറ്റുന്ന സിംറ്റംസ് ഇത്തരം അബ്യൂസ് കൊണ്ട് കിട്ടില്ല. അതിൽ നിന്ന് കിട്ടുന്ന ലക്ഷണങ്ങളെ പ്രൂവിംഗ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു രോഗിയെ ഇൻഡിവിജ്വലൈസ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ബിഗ് ഡോസസ് കോസ് ഗ്രോസ് എഫക്ട്സ് ആൻഡ് ദ സിംറ്റംസ് ദസ് ഒബ്റ്റൈൻഡ് ആർ സംടൈംസ് യൂസ്ഫുൾ. Example, in cerebral apoplexy with stertorous breathing, jaw dropped, pupils dilated or contracted, generally the later, face mottled, purple or hot sweat, one-sided paralysis. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കും, ഈ ക്രൂഡ് യൂസേജ് കൊണ്ട്. അങ്ങനെ ചിലപ്പോൾ ഉപയോഗപ്പെടാവുന്ന ചില ഗ്രോസ് എഫക്ട്സ് എന്ന് വെച്ചാൽ ഗ്രോസ് ഡോസ് കൊണ്ട്, മെറ്റീരിയൽ ഡോസ് കൊണ്ടാകുന്ന എഫക്റ്റ്. അത് ഫൈനർ റിസൾട്ട്സ് അല്ല, ഫൈനൽ സിംറ്റംസും അല്ല. പക്ഷെ ചിലപ്പോൾ ഉപകരിക്കും. എന്തൊക്കെയാണ്? സെറിബ്രൽ അപ്പോപ്ലക്സി വിത്ത് സ്റ്റോറസ് ബ്രീത്തിങ്, ജോ ഡ്രോപ്ഡ്, പ്യൂപ്പിൾസ് ഡൈലേറ്റഡ് ഓർ കോൺട്രാക്റ്റഡ്, കൂടുതലും കോൺട്രാക്ഷനാണ്, ഡൈലേഷൻ അല്ല. ഫേസ് മോട്ടിൽഡ്, പർപ്പിൾ ഓർ ഹോട്ട് സ്വെറ്റ്, വൺ സൈഡഡ് പാരലിസിസ്, ഒരു വശം മാത്രം തളർവാദം, പക്ഷാഘാതം എന്ന് പറയുന്നൊരവസ്ഥ. അത് ഗ്രോസ് യൂസേജിൽ നിന്ന് കിട്ടുന്ന ചില ഉപയോഗങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ധാരാളം മരുന്നുകളിലുണ്ട്. ഇതൊന്നും വെച്ച് ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ പറ്റില്ല. യു വുഡ് വണ്ടർ ഓൺ സീയിങ് സച്ച് എ കേസ് വെദർ ഹി ഹാഡ് ബീൻ പാരലൈസ്ഡ്, ഹാഡ് ഒപ്പിയം, ഇഞ്ചേർഡ് ഹിംസെൽഫ് ഇൻ എ fall or had been indulging in the bottle, and you would examine the case to distinguish. അപ്പോൾ ഇങ്ങനത്തെ ഒരു വൺ സൈഡ് പാരലിസിസ്, ഒരു പക്ഷാഘാതം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒപ്പിയത്തിൻ്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ അബ്യൂസ് കൊണ്ടുണ്ടായതാണോ അല്ലയോ ഒരു രോഗാവസ്ഥയാൽ ഉണ്ടായതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഈ മയക്കുമരുന്ന് കഴിച്ചതിൻ്റെ സൂചനകൾ നമ്മൾ തിരഞ്ഞു പോകേണ്ടി വരും. ദിസ് ഈസ് എ മെക്കാനിക്കൽ ട്രബിൾ. അപ്പോൾ ഇതൊരു മെക്കാനിക്കൽ ട്രബിളാണ്, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഇത് ആ ഔഷധം അല്ലെങ്കിൽ ആ ഒരു വിഷവസ്തു അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു നമുക്ക് പൊട്ടൻസൈസേഷനിൽ ക്യുറേറ്റീവായിട്ട് നമുക്ക് എടുക്കാവുന്ന തരത്തിലുള്ള ലക്ഷണമല്ല, അത്തരത്തിൽ ലക്ഷണമല്ല. ഒരു പോയ്സണസ് ആക്ഷനിൽ രോഗിക്ക് ദോഷം ചെയ്യുന്നതും രോഗിയിൽ രോഗാവസ്ഥ ഉണ്ടാക്കുന്നതും എന്നാൽ പൊട്ടൻസൈസ്ഡ് ഫോമിൽ ഹീൽ ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു യൂസ്ഫുൾ സെറ്റ് ഓഫ് സിംപ്റ്റംസിൽ പെടുന്നതല്ല. പകരം എന്താണ്, ആ പദാർത്ഥം കൊണ്ട്, ആ മയക്കുമരുന്ന് കൊണ്ട്, ഇവിടെ ഒപ്പിയം കൊണ്ട് ആ രോഗിയിലുണ്ടായ ഒരു ഇഞ്ചുറിയിൽ ഉണ്ടായ ലക്ഷണമാണ്. അപ്പോൾ അതിനെ കെൻഡ് വിശദീകരിക്കുന്നുണ്ട്. ദിസ് എ മെക്കാനിക്കൽ ട്രബിൾ, ദർ ഇസ് പ്രഷർ ഓഫ് ബ്ലഡ് ഓൺ ദ ബ്രെയിൻ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ തലച്ചോറിൽ രക്തം ഇരച്ചു കയറിയിട്ട് ആ പ്രഷർ കൊണ്ട് ഉണ്ടാകുന്ന ഒരു മെക്കാനിക്കൽ സ്റ്റേജ്, ഒരു തരത്തിൽ ഇഞ്ചുറിയസ് സ്റ്റേറ്റ്, അതാണ് ഈ പറയുന്ന ഗ്രോസ് ഡോസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ. അത് ഹോമിയോപ്പതി കാഴ്ചപ്പാടിൽ നമുക്ക് എപ്പോഴും ഉപകരിക്കണമെന്നില്ല. ദിസ് എലോൺ മെ നോട്ട് കിൽ, ബട്ട് ലേറ്റർ ഓൺ ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഈസ് സെറ്റപ്പ് അറൗണ്ട് ദ ക്ലോട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ കൊണ്ട് ആൾ മരിക്കണമെന്നില്ല. ഈ പ്രഷർ കൊണ്ടൊരു ക്ലോട്ട് ഉണ്ടായി, പക്ഷെ ക്ലോട്ടിൻ്റെ ചുറ്റും അതിനെ ചുറ്റി പിന്നീടൊരു ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ അത് മരണകാരണമായിട്ട് മാറുകയും ചെയ്യാം. ഒപ്പിയം കോസ് എ ഫ്ലോ ഓഫ് ബ്ലഡ് ടു ദ ബ്രെയിൻ ആൻഡ് വെൻ ഗിവൺ ഹോമിയോപ്പതിക്കലി ഇറ്റ് ചെക്സ് ദിസ്. ഉണ്ടോ, ഇതാണ് അതിൻ്റെ നമ്മളുടെ ഹോമിയോപ്പതിക് യൂസേജ്. ഒപ്പിയം കൊണ്ട് തലച്ചോറിലേക്ക് രക്തം കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാകും. ഇത് പണ്ട് ചില വൈദ്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരിക്കാറായി കിടക്കുന്ന രോഗികളിൽ അവരുടെ ആയുസ് നീട്ടാൻ വേണ്ടി, സുഖപ്പെടുത്താനല്ല, ആയുസ് നീട്ടാൻ വേണ്ടി ചെറിയ അളവിൽ കറുപ്പ് കൊടുക്കും. അപ്പോൾ സംഭവിക്കുന്നത് കാര്യമാണ് കെൻഡി പറയുന്നത്, തലച്ചോറിലേക്ക് രക്തപ്രവാഹം വർദ്ധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് പാരലിസിസോ ഇഞ്ചുറിയോ ഒക്കെ വരുന്നൊരവസ്ഥ ഉണ്ടായാൽ അതിനെ ചെക്ക് ചെയ്യാൻ, അതിനെ തടയാൻ നമുക്ക് ഒപ്പിയത്തെ ഉപയോഗിക്കാൻ പറ്റും, ഹോമിയോപ്പതിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഇൻ 6 hours ഹി വിൽ ബിക്കം റാഷണൽ. അപ്പം അങ്ങനെ ഒരു ഡോസ് ഒപ്പിയം കൊടുത്തു കഴിഞ്ഞാൽ 6 മണിക്കൂർ കൊണ്ട് അയാളുടെ ആ ഒരു വിഭ്രാന്തിയുടെ അവസ്ഥയും തളർച്ചയുടെ അവസ്ഥയൊക്കെ മാറി അയാൾ റാഷണലാകും,
അയാളുടെ ബോധം സാധാരണഗതിയിലാവും, ചൂടുപിടിച്ച തൊലി തണുക്കും, മുഖത്തിൻ്റെ ആ ഒരു മോട്ടിൽഡ് കണ്ടീഷൻ അല്ലെ പെർബിൾ കണ്ടീഷനൊക്കെ മാറി നോർമൽ കളർ വരും, വർദ്ധിച്ച പൾസ് മാറി പൾസ് നോർമലാകും. അപ്പോൾ അതാണ് ഒപ്പിയത്തിൻ്റെ തെറാപ്യൂട്ടിക്കൽ യൂസ്. അപ്പോൾ ഒപ്പിയത്തിൻ്റെ വ്യത്യസ്തമായ ഉപയോഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതിൻ്റെ ഹോമിയോപ്പതിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള സിംറ്റംസ് അല്ല, പലപ്പോഴും അതുകൊണ്ടുണ്ടാകുന്ന മെക്കാനിക്കൽ സിംറ്റംസ്, ഇഞ്ചുറിയസ് സിംറ്റംസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെയും ഒപ്പിയത്തിൻ്റെ പ്രൂവിങ് കൊണ്ടുണ്ടാകുന്ന സിംറ്റംസെയും നമ്മൾ വേർതിരിച്ച് കാണണം. ഈ ഗ്രോസ് ഡോസ് കൊണ്ടുണ്ടാകുന്ന സിംറ്റംസിനെ ഇൻഡിവിജ്വലൈസിങ് സിംറ്റംസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് കോമൺ ആയിട്ടുള്ള ഗ്രോസ് സിംറ്റംസായിട്ട് നിൽക്കുകയുള്ളൂ. We thus see the usefulness of the crude effects of opium in giving us a picture of apoplexy. ഈ പക്ഷപാതം വഴി ഉണ്ടാകുന്ന ബോധരാഹിത്യം, ആ ഒരു അവസ്ഥ ഈ ഒപ്പിയത്തിൻ്റെ ഈ ക്രൂഡ് യൂസേജിൽ നിന്ന് കിട്ടുന്ന ലക്ഷണങ്ങളിൽ നമുക്ക് ഉപകരിക്കുന്നൊരു ലക്ഷണമാണത്. തളർവാദം കൊണ്ടുണ്ടാകുന്ന അബോധാവസ്ഥ, അതിന് നമുക്ക് ഒരു യൂസ്ഫുൾ സിംറ്റമായിട്ട് എടുക്കാം. ഒപ്പിയത്തിൻ്റെ ഒരു പൊട്ടൻസൈസ്ഡ് ഡോസേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഹീൽ ചെയ്യാനും പറ്റും. നെർവസ് ഹെഡ് ഏക്സ് ബിഗിൻ ഇൻ ദ ബാക്ക് ഓഫ് ദ ഹെഡ് ആൻഡ് സ്പ്രെഡിങ് ഓവർ ദ വോൾ ഫേസ് വോഴ്സ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ നാഡീസംബന്ധമായ തലവേദനകൾ തലയുടെ പിൻഭാഗത്ത് തുടങ്ങിയിട്ട് മുഖം മുഴുവൻ പരക്കുന്നു, അത് രാവിലെ വർദ്ധിക്കുന്നു. ഹീ ഫീൽസ് ആസ് ഇഫ് ഹിസ് ഹെഡ് വെയർ ഹെൽഡ് ഡൗൺ ടു ദ പില്ലോ ബൈ ദ ഇൻറ്റൻസ് ഏക്കിംഗ് പെയിൻ ഇൻ ദ ബേസ് ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ ഈ തലയുടെ പിൻഭാഗത്തുള്ള ആ ശക്തമായ വേദന കൊണ്ട് തല ഉയർത്താൻ പറ്റാത്ത വിധം കിടക്കയോടല്ല തലയിണയോട് തല ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്ന തരത്തിൽ, ഒട്ടും ഉയർത്താൻ പറ്റാത്ത തരത്തിലുള്ള ശക്തമായ വേദനയാണ് പിൻഭാഗത്തുള്ളത്. ആൻഡ് യെറ്റ് വെൻ ഹി ഗെറ്റ്സ് അപ്പ് ഹി ഈസ് അണേബിൾ ടു ലൈ ഡൗൺ അഗെയിൻ. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ, പിടിച്ചെഴുന്നേറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിടക്കാനും പറ്റില്ല. അതാണ് അവസ്ഥ. ദിസ് ഈസ് കോമൺ ഇൻ വുമൺ, എ ഫോഴ്സ് പ്ലത്തോറ, എക്സൈറ്റബിൾ, ഗോയിങ് ടു പ്രഗ്നൻസി ഓർ മെൻസ്ട്രുവേഷൻ ഹെഡേക്ക്. അപ്പോൾ സ്ത്രീകളിലാണ് ഈ ഒരു ലക്ഷണം കൂടുതൽ വരുന്നത്. മെൻസ്ട്രൽ പീരീഡിൽ, പ്രഗ്നൻസിയിലൊക്കെ ഈ ഒരു അവസ്ഥ വരാം. ഒരു ഫോൾസ് പ്ലത്തോറ, ശരിയായൊരു പ്ലത്തോറിക് കണ്ടീഷൻ അല്ല, ഫോൾസ് പ്ലത്തോറ, എക്സൈറ്റബിൾ കണ്ടീഷൻ. ദ പേഷ്യൻറ്റ് സിറ്റ്സ് അപ്പ് ആൻഡ് ഈസ് അണേബിൾ ടു ലൈ ഡൗൺ. ദ പെയിൻ ബിഗിൻസ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഈസ് സോ വയലന്റ് ദാറ്റ് ദ പേഷ്യൻറ്റ് കനോട്ട് മൂവ്, കനോട്ട് വിങ് ദ ഐ, ടേൺ ദ ഹെഡ്, കനോട്ട് ബിയർ ദ ലീസ്റ്റ് ജാർ ഓർ ദ ടിക്കിംഗ് ഓഫ് ദ ക്ലോക്ക്. ഈ വേദനകൾ നേരത്തെ മോർണിംഗ് അഗ്രവേഷൻ എന്ന് പറഞ്ഞ പോലെ മോർണിംഗിൽ തുടങ്ങുകയാണ്, രാവിലെ തുടങ്ങിയിട്ട് വല്ലാതെ വർദ്ധിച്ചിട്ട് രോഗിക്ക് അനങ്ങാൻ പറ്റില്ല, കൺപോള പോലും അനക്കാൻ പറ്റുന്നില്ല, കേട്ടോ, കണ്ണൊന്ന് ചിമ്മാൻ പറ്റുന്നില്ല, തല തിരിക്കാൻ പറ്റുന്നില്ല, ശബ്ദം, ചെറിയ ശബ്ദം പോലും പ്രശ്നം, ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം പോലും പ്രശ്നമാകുന്നു, ചെറിയൊരു ജാറ് പോലും നമ്മൾ ബെൽഡോണിൽ കണ്ട പോലെ ചെറുതായിട്ടൊന്ന് കട്ടിലണങ്ങിയാൽ പോലും രോഗിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നൊരവസ്ഥ. മുഖമാകെ വീർത്ത് കെട്ടി നിറം മാറി നീല നിറമായിരിക്കുന്നു, ഐസ് ഇൻജക്റ്റഡ്, പിന്നെ കണ്ണുകൾ തുറച്ചു വരുന്നു. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് സിംറ്റംസ് ഫ്രം ഹെർ. ആ രോഗിയിൽ നിന്നും, വിശേഷിച്ച് സ്ത്രീകളിലാണ്, അവരിൽ നിന്നൊരു ലക്ഷണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഒപ്പിയം വിൽ റിലീവ് അറ്റ് വൺസ്. ഉണ്ടോ, ഒപ്പിയത്തിൻ്റെ തെറാപ്യൂട്ടിക്കൽ ഉപയോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അറ്റ് വൺസ് വളരെ സ്പീഡി ആയിട്ടുള്ള ഉപയോഗമാണ്. നമ്മുടെ ബെൽഡോണയിലും മറ്റുമൊക്കെ കാണുന്ന പോലെ വളരെ വേഗത്തിലുള്ള റിലീഫാണ്. കൃത്യമായിട്ട് സിംറ്റംസ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗം റിലീഫ്. ഒപ്പിയത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട മറ്റു പല ഔഷധങ്ങളിൽ നിന്നും നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള ഒരു ഡ്രഗിൻ്റെ ക്രൂഡ് യൂസേജ്, ഹോമിയോപ്പതിക് യൂസേജ്, അതിൻ്റെ ഇഞ്ചുറീസ് എഫക്റ്റ്, ഗ്രോസ് എഫക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമാണ്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു ഉദാഹരണ സഹിതം മനസ്സിലാക്കാൻ വളരെ നല്ലൊരു ഔഷധമാണ് ഒപ്പിയം. ഈ ഭാഗത്തേക്ക് എൻ്റെ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും ഇതിൻ്റെ പ്രയോഗം പ്രാക്ടീസിൽ വരാം, വളരെ വേഗം റിസൾട്ട് കിട്ടുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഇൻഡിവിജ്വലൈസിങ് സിംറ്റംസ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഒപ്പിയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡുകൂടി ഈ ഒപ്പിയം എന്നുള്ള അധ്യായം അവസാനിക്കും. വളരെ വിലപ്പെട്ട വിവരങ്ങൾ അടുത്ത ഭാഗത്തും പറയുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.